എന്നോട് കുറച്ച് പേര് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ കാണിക്കുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ്. ഇത് പല സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ദേ ഇതുപോലത്തെ ഒരു പാക്കറ്റിന് 20 രൂപയാണ്. ഞാനത് ഇട്ട് വയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ദേ ഇതുപോലെ ഹോമിയോ മരുന്നൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഡപ്പിയാണ്. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഡപ്പി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ അവിടെ റേറ്റ് ചിലപ്പോൾ ചേഞ്ച് വരാം കേട്ടോ. കാരണം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു പ്രോഡക്റ്റ് റിവ്യൂ പോലെ. അതിൻ്റെ അകത്ത് വന്നൊരു കമൻറ്റാണ് ഞങ്ങളുടെ ഇവിടെ 10 രൂപയാണ്, ഇത് ശരിക്കും നഷ്ടമാണെന്ന്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ 20 രൂപ ആയതുകൊണ്ട് എനിക്ക് അത് ലാഭമായിട്ടാണ് തോന്നിയത്. അടുത്തത് ദേ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ. ഇത് സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ആണ്. അതായത് സിൽവർ ബേസിൽ വൈറ്റ് കളർ സ്റ്റോൺ ആണ്. ആ സ്റ്റോണിൻ്റെ കളറും പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പല കളറിലുള്ള സ്റ്റോണും ഉണ്ട്. ഇനി ദേ അതിൻ്റെ തന്നെ ഗോൾഡൻ കളറാണ്. ഈ സിൽവറിനും ഗോൾഡനും ഒക്കെ 30 രൂപയാണ്. ഇത് ദേ ഗോൾഡൻ ബേസിൽ മൾട്ടി കളർ സ്റ്റോൺ ആണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടും കേട്ടോ. ഇതിന് ഞങ്ങളുടെ ഇവിടെ 45 രൂപയാണ്. പലയിടത്തും പല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടി കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കയ്യിലുള്ള 3 സ്റ്റോൺ ചെയിൻ ഇതാണ്. ഈ ഗോൾഡൻ വിത്ത് വൈറ്റ് കളർ സ്റ്റോൺ ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിലൊരു ചെറിയ സൈസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അത് രണ്ടിനാണെങ്കിലും 30 രൂപയാണ്. പിന്നെ ഇത് വന്നിട്ട് ജുംക്ക ബേസ്. ഇതൊരു പാക്കറ്റിന് 10 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ ഈ ജിമിക്കിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ബേസാണ്. പിന്നെ ഇത് വന്നിട്ട് സരദോസി. ഇത് ഈ ബ്ലൗസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമാണ്. ഇതിനും ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ. അത് ദേ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് ആയിട്ട് ഇങ്ങനെ വരും. കണ്ടോ, വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ദേ ഇത് വന്നിട്ട് ജംപ് റിംഗ് ആണ്. സിൽവർ കളർ ജംപ് റിംഗ് ആണ്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ആ കണ്ണി ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേ ഇതുപോലെ കണക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട്. ഇതൊക്കെ ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് സ്റ്റഡ് ബേസ്. അതായത് നമ്മൾ ഈ സ്റ്റഡിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കില്ലേ, കമ്മലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് വേണം. അതും പല സൈസിലും ഉണ്ട് കേട്ടോ. ഗോൾഡനും ഉണ്ട് സിൽവറും ഉണ്ട്. അപ്പോൾ അതേ ഞാനിങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ആ ഗോൾഡൻ്റെ തന്നെ സൈസ് ഡിഫറൻസ്. ശരിക്കും പറഞ്ഞാൽ ചെറുത് വാങ്ങുകയും നല്ലത്, കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അതും ഒരു പാക്കറ്റിന് 10 രൂപയ്ക്കാണ്. പിന്നെ ഇത് ഐപ്പിൻ. പിന്നെ ഇത് വന്നിട്ട് ഹെഡ് പിൻ കേട്ടോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഐപ്പിന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒന്നിങ്ങനെ വളച്ച് വെച്ച പോലെ ഒരു വട്ടം കണ്ടോ. ഹെഡ് പിൻ അങ്ങനെയല്ല, ഫ്ലാറ്റ് ആയിരിക്കും. ഹെഡ് പിന്ന് ദേ ഇതുപോലെ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് ഫ്യൂസ് വയറാണ്. അതായത് ഹാങ്ങിങ് ബീഡൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ. അപ്പം ഞാൻ പാർട്ട് 2 കാണാം കേട്ടോ നമുക്ക് അടുത്ത മെറ്റീരിയൽസ്.